ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 4 മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ പാർട്ട് 5 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ഇതിൽ ഇലക്ട്രിക് മോട്ടോർ, അതിന്റെ പ്രിൻസിപ്പിൾ, അതിന്റെ വർക്കിംഗ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഇലക്ട്രിക് മോട്ടോർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. ഇതിൽ നോക്കി, ഒരു കാർഡ്ബോർഡിന് മേലെയായിട്ട് ഒരു വട്ടത്തിൽ ഒരു റിംഗ് മാഗ്നറ്റ് കൊണ്ടുവച്ചേക്കുന്നു. നമ്മൾ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള മാഗ്നറ്റിനെ ബാർ മാഗ്നറ്റ് എന്ന് പറയുമെങ്കിൽ, ഈ ഒരു വട്ടത്തിൽ സർക്കുലർ ഷേപ്പിലുള്ള ആ മാഗ്നറ്റിനെ നമ്മൾ റിംഗ് മാഗ്നറ്റ് എന്നാണ് വിളിക്കുക. അങ്ങനെ ഈ ഒരു എക്സ്പെരിമെന്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇതെടുത്തേക്കുന്നത് കോപ്പർ വയറാണ്, ചെമ്പ് കമ്പിയാണ്. ഇവിടുത്തെ ഈ ഒരു ഇൻസുലേഷൻ, ഈ ഒരു ഭാഗത്തെ ഇൻസുലേഷനും ഈ ഒരു പിന്ന് കൊളത്തിട്ടിരിക്കുന്ന ആ ഭാഗത്തെ ഇൻസുലേഷനും നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനൊരു ബാറ്ററിയിലേക്കും ഒരു ബെൽ സ്വിച്ചിലേക്കും ഘടിപ്പിച്ചിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഡു യു ഒബ്സർവ് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ? മുമ്പത്തെ എക്സ്പെരിമെന്റിൽ പറഞ്ഞ പോലെ തന്നെ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഈ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യും, കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്യും. ഇനി നോക്കിയേ, വാട്ട് ഡസ് ദ കോയിൽ റൊട്ടേറ്റ് വെരി ഫാസ്റ്റ്? എന്തുകൊണ്ടാണ് ഈ കോയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഈ റിംഗ് മാഗ്നറ്റ് എന്ന് പറഞ്ഞത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അത് ഒന്നാമത്തെ പോയിന്റ്. ഇനി ഈ ബെൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഈ ഒരു കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി, ഒന്ന് റിംഗ് മാഗ്നറ്റിന് ചുറ്റും, ഒന്ന് ഈ കണ്ടക്ടറിന് ചുറ്റും. അവിടെ കറണ്ട് ഒഴുകുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ റിപ്പൽഷനോ അഥവാ അട്രാക്ഷനോ വരുമ്പോഴാണ് ഈ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പൽഷനോ അട്രാക്ഷനോ മൂലം ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സിന്റെ പ്രത്യേകത മൂലമാണ്. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സർക്കുലർ കോയിലിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് ഈ ഒരു കോയിൽ കണ്ടിന്യൂസ്ലി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി മോട്ടോർ പ്രിൻസിപ്പിൾ എന്താ നമുക്ക് നോക്കാം. എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വിച്ച് ഈസ് ഫ്രീ ടു മൂവ്. ഒരു കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ, ഇവിടെ നമ്മൾ ഈ എക്സ്പെരിമെന്റ് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഒരു കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ. ഇത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ. അതായത് ഈ റിംഗ് മാഗ്നറ്റ് തൊട്ട് മുകളിലായതുകൊണ്ട് തന്നെ റിംഗ് മാഗ്നറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണ്. എക്സിബിറ്റ് എ ടെൻഡൻസി ടു ഡിഫ്ലക്ട്. അങ്ങനെ ഇരിക്കുന്ന ഈ കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറിന് ഡിഫ്ലക്ട് ചെയ്യാൻ, ഒന്ന് കറങ്ങാനുള്ള ഒരു ടെൻഡൻസി തോന്നും. ഇതാണ് മോട്ടോർ തത്വം അഥവാ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് കറങ്ങുന്നത്? അവിടെ വരുന്നൊരു ഫോഴ്സ്, അതുപോലെ തന്നെ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവുന്നു. അപ്പൊ അതിന്റെ അട്രാക്ഷനും റിപ്പൽഷനും മൂലമാണ് ഈ ഒരു സർക്കുലർ കോയിൽ അഥവാ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കറങ്ങുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ മോട്ടോർ പ്രിൻസിപ്പിൾ ഇതേപോലെ പഠിച്ചു വെക്കുക. സ്റ്റേറ്റ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്നൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് എഴുതി വെക്കണം. ഇനി മോട്ടോർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന മറ്റ് രണ്ട് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഏതാണ്? ഒന്ന് ഫാനും മിക്സി. ഈ ഫാനും മിക്സിയുടെ ഒക്കെ തത്വം പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇലക്ട്രിക് മോട്ടോറിൽ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അതേ തത്വം തന്നെയാണ് ഫാനിലും മിക്സിയിലും ഒക്കെ ഉണ്ടാവുന്നത്. ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയാക്കി അവിടെയും മാറ്റുന്നു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് മോട്ടോറിന്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്നാണ്. NS എന്നറിയപ്പെടുന്ന, നോർത്ത് സൗത്ത് എന്നറിയപ്പെടുന്ന മാഗ്നറ്റിക് പോൾസ് ഉണ്ടായിരിക്കും. ABCD എന്ന് പറഞ്ഞ ആർമേച്ചർ ഉണ്ട്. PQ എന്ന് പറഞ്ഞ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. B1 B2 എന്ന് പറഞ്ഞ രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷസ് ഉണ്ട്. R1 R2 എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിങ്സ് ഉണ്ട്. ഇനി ഇത് എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇലക്ട്രിക് മോട്ടോറിന്റെ ഒരു ഫിഗർ ഇവിടെ നിങ്ങൾ നോക്കി. ആദ്യം തന്നെ മാഗ്നറ്റിക് പോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് നോർത്ത് പോള്, ഇതാണ് സൗത്ത് പോൾ. അപ്പൊ മാഗ്നറ്റിക് പോൾസ് എന്നാ നമ്മൾ പറഞ്ഞു. ഇനി ABCD എന്ന് പറഞ്ഞത് ഒരു ആർമേച്ചറിനെയാണ് കാണിക്കുന്നത്. ഈ ആർമേച്ചർ എന്ന് പറഞ്ഞത് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള കണ്ടക്ടർ എന്ന നിലയിലാണ് ഈ ABCD എന്ന് പറഞ്ഞ ആർമേച്ചറിനെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം, ഈ ആർമേച്ചർ ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്, അല്ലെ? നോർത്ത് പോളിന്റെയും സൗത്ത് പോളിന്റെയും അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിന്റെ ഇടയിൽ ഇരിക്കുന്ന ഒരു കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള കണ്ടക്ടർ എന്ന നിലയിലാണ് ഇവിടെ നമ്മൾ ആർമേച്ചറിന് എടുക്കുന്നത്. ഇനി PQ എന്ന് പറഞ്ഞ ഈ ആക്സിസിലാണ് ആർമേച്ചർ കറങ്ങുന്നത്. CD
മുകളിൽ വന്ന് എ ബിയുടെ സ്ഥാനത്തേക്ക് വരും. ഈ എ ബി വീണ്ടും കറങ്ങി സിയുടെ സ്ഥാനത്തേക്ക് വരും. അങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്യും. പി ക്യു എന്ന് പറഞ്ഞ ആക്സിസിലാണ് ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കി R1 R2 എന്ന് പറഞ്ഞ രണ്ട് സ്പ്ലിറ്റ് റിങ്സ് ഉണ്ട്. സ്പ്ലിറ്റ് റിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ട സി ഷേപ്പിൽ ഇരിക്കുന്ന ആ ഒരു സംഭവത്തെയാണ് നമ്മൾ സ്പ്ലിറ്റ് റിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം കൂട്ടിമുട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്പ്ലിറ്റ് എന്നാണ് അതിന്റെ പേര്. ഇനി നോക്കിയേ B1 B2 എന്നറിയപ്പെടുന്ന രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷസ് ഉണ്ട് ഇതിന്റെ ഇടയിൽ. ഇതിൽ B1ന്റെ ഈ ഒരു ഭാഗം ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. B2 എന്ന ഭാഗം നെഗറ്റീവ് ടെർമിനലിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഈ ഒരു കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. പോസിറ്റീവ്, അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ടെർമിനലിലോട്ട് വരുന്നു. അപ്പോഴാണ് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ എന്താണ് ഈ പച്ച കളറിൽ ഇട്ടേക്കുന്നതാണ് ആ ഒരു കറണ്ട് പോകുന്ന ഡയറക്ഷൻ. അപ്പൊ ഈ ഒരു ബാറ്ററിയുടെ ഈ ഒരു പോസിറ്റീവ് നിന്ന് തുടങ്ങി B1 കയറി R1 കയറി ABBCCD, അതേപോലെ തന്നെ R2 വന്ന് B2 ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. ഇനി 3-4 പോയിന്റുകളൂടെ പഠിക്കാണ്ട്. ഇവിടെ നോക്കിയേ, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അതായത് ഈ ഒരു ഭാഗത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കാണിച്ചിരിക്കുന്ന നീല ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ABCD എന്ന് പറയുന്ന ആ ഒരു രണ്ട് സ്ഥലത്തും ഈ മാഗ്നറ്റിക് ഫീൽഡ് സെയിം തന്നെയായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ആണ്, AB എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിലും CD എന്ന് പറഞ്ഞ ഈ സൈഡിലും മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കും. എന്നാൽ ഒരു കാര്യത്തിൽ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. ഒന്ന് നോക്കി, AB എന്ന് പറയുമ്പോൾ കറണ്ട് പോകുന്നത് മുകളിലോട്ടാണ്, CD എന്ന് പറയുമ്പോൾ കറണ്ട് വരുന്നത് താഴത്തോട്ടാണ് അല്ലേ. അതായത് ഈ ഒരു പോസിറ്റീവ് എന്ന് തുടങ്ങി ദേ കണ്ട ഈ ഒരു നെഗറ്റീവിലോട്ട് പോകുമ്പോഴാണ് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാൻ നമ്മൾ പറഞ്ഞു. ഈ ഒരു കറണ്ട് എന്ന് പറഞ്ഞത് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ കറണ്ട് പോകുന്നത്. പക്ഷെ ഇവിടെയുള്ള രണ്ട് ഭാഗത്തിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്, എന്നാൽ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അവിടെ ഫോഴ്സ് വരുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് വരുന്നത് അല്ലെ ഉണ്ടാവുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴത്തോട്ടാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞതും ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഈ ഫോഴ്സ് മുഖാന്തരം ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. എങ്ങനെയാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്? കണ്ട ഈ ഒരു ഇങ്ങനെ അല്ലെ, ഇതാണ് ക്ലോക്കിന്റെ ഡയറക്ഷൻ അല്ല, ക്ലോക്കിന്റെ നേരെ വിപരീതമായിട്ടുള്ള ആ ഒരു ഡയറക്ഷനിലാണ് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ CD എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ കുറച്ചു നേരം കഴിയുമ്പോൾ ABയിലേക്ക് വരും. AB എന്ന് പറഞ്ഞ ഈ പോർഷൻ കുറച്ചു നേരം കഴിയുമ്പോൾ CD എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരും. അങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് കണ്ട ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ആയി കണ്ട, ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഓൺ സൈഡ് AB ആൻഡ് CD സെയിം ആണോ? ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ABയിലും CDയിലും ഈക്വൽ ആണ്, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആണ്. കറണ്ട് സെയിം ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒഴുകുന്നത്. ഇനി നോക്കിയേ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ABയിലും CDയിലും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും. കണ്ട, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ആരോ പോവുകയാണെങ്കിൽ ABയുടെയും CDയുടെയും വശത്ത് മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കും. അപ്പൊ ആ രണ്ട് ചോദ്യത്തിനുള്ള ആൻസർ പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടാ. ABയിലും CDയിലും ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണോ? അല്ലേ, സെയിം ആണ്. എന്നാൽ കറണ്ട് എന്ന് പറഞ്ഞത് അവിടെ ഈക്വൽ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഒന്ന് മുകളിലോട്ടാണെങ്കിൽ ഒന്ന് താഴത്തോട്ടായിരിക്കും. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സൈഡ് AB ആൻഡ് ദാറ്റ് ഓൺ ദ സൈഡ് CD ഈസ് ദ സെയിം ഡയറക്ഷൻ? ഫോഴ്സ്, ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് സെയിം ഡയറക്ഷനിലാണോ? അല്ല, ഇവിടെ കറണ്ട് ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത് കൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഫോഴ്സും ഈക്വൽ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഫോഴ്സസ് ആയിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ
ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഉണ്ടാവുന്നത് മൂലം ഈ ആർമേച്ചർ ABCD എന്ന് പറഞ്ഞ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത് അഥവാ കറങ്ങുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. കണ്ട ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഡയറക്ഷനിലായിരിക്കും അവ കറങ്ങുന്നത്. അതുകൊണ്ടാണ് കുറച്ചു നേരം കഴിയുമ്പോൾ CD എന്ന ഭാഗം AB എന്ന അവസ്ഥയ്ക്ക് വന്നു, ABയുടെ ഭാഗം CD എന്ന ഭാഗത്തേക്ക് പോയി. അതായത് CD എന്ന് പറഞ്ഞ ഭാഗം നോർത്ത് പോളിലേക്ക് വന്നു, AB എന്ന് പറഞ്ഞ ഭാഗം സൗത്ത് പോളിലേക്ക് പോയി. അപ്പൊ അതിന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടി. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സൈഡ് AB. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയിട്ടുള്ള ഈ ആർമേച്ചർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററി ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു ആർമേച്ചർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആർമേച്ചർ ABCD എന്ന് പറഞ്ഞ ആർമേച്ചർ ABയുടെ സൈഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞത് ഒന്ന് മുകളിലോട്ടായിരിക്കോ താഴോട്ടായിരിക്കോ? കണ്ട ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ AB നേരെ അടിയിലേക്ക് പോകും അല്ലെ. ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ AB എങ്ങോട്ട് പോകും? മുകളിലോട്ടാണ് പോവുക? അല്ല, അടിയിലോട്ട് പോകും. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ആ ഫോഴ്സ് ഏതായിരിക്കും? എങ്ങോട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുക? ഡൗൺവേർഡ്, താഴത്തോട്ടായിരിക്കും ആ ഫോഴ്സ് വരാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സൈഡ് CD എന്ന ഭാഗത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? നമുക്കറിയാം AB എന്ന് പറഞ്ഞത് താഴത്തോട്ടാണെങ്കിൽ അടുത്ത ഭാഗമായ CD എന്ന് പറയുന്നത് മുകളിലോട്ടായിരിക്കും. ഒരെണ്ണം ഡൗൺവേർഡ് ആണെങ്കിൽ ഒരെണ്ണം അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഈ ഒരു ഫോഴ്സ് വരുന്നത് മൂലം ഈ ആർമേച്ചർ എന്ന് പറഞ്ഞത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ക്ലോക്കിന്റെ പോലെയല്ല, ക്ലോക്കിന് നേർ വിപരീതമുള്ള ആ ഒരു ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മോട്ടോർ എന്ന് പറഞ്ഞ ആ ഒരു ഡിവൈസ് ഇലക്ട്രിക്കൽ എനർജീനെയാണ് മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. കറണ്ട് എന്ന് പറഞ്ഞത് ഈക്വൽ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഒഴുകുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാത്രം സെയിം ആയിരിക്കും. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കും. നമ്മൾ പഠിക്കുന്നത് ഈ ABCD എന്ന് പറഞ്ഞ ഈ ആർമേച്ചറിന്റെ റൊട്ടേഷൻ അഥവാ ഇതിന്റെ കറക്കം എങ്ങനെയാണ്. ഇത് ആദ്യം തന്നെ ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുക അഥവാ 180 ഡിഗ്രിയിൽ തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് AB ആണല്ലോ. ഈ ABയുടെ സ്ഥാനത്ത് CD വന്ന് നിൽക്കും, CDയുടെ സ്ഥാനത്ത് AB വന്ന് നിൽക്കും. ഇതാണ് ഹാഫ് റൊട്ടേഷൻ അഥവാ 180 ഡിഗ്രിയിൽ തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ABയുടെ സ്ഥാനത്ത് CD വന്നു നിന്നു, സിയുടെ സ്ഥാനത്ത് AB വന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹാഫ് റൊട്ടേഷൻ അഥവാ 180 ഡിഗ്രിയിൽ ആർമേച്ചർ തിരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നോക്കിയേ, ജസ്റ്റ് ബിഫോർ ദ ആർമേച്ചർ സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ് ആൻഡ് ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ബ്രഷസ് ആൻഡ് സ്പ്ലിറ്റ് റിംഗ്. അതായത് ആർമേച്ചർ കറക്കം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഈ ബ്രഷസും സ്പ്ലിറ്റ് റിംഗും തമ്മിൽ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ട്. B1 എന്ന് പറഞ്ഞത് R1നോടും B2 എന്ന് പറഞ്ഞത് R2നോടും ചേർന്നിരിക്കുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇല്ലേ? കണ്ട, B1ഉം R1ഉം ഒരു ഭാഗത്തായി, B2ഉം R2ഉം ഒരു ഭാഗത്ത്, അവർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. എപ്പോൾ? ആർമേച്ചർ ഈ ഒരു റൊട്ടേഷൻ തുടങ്ങുന്നതിന് മുമ്പത്തെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് യെസ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ ദ ആർമേച്ചർ കംപ്ലീറ്റ്സ് ഹാഫ് റൊട്ടേഷൻ. ഈ ആർമേച്ചർ ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, AB ഇരിക്കുന്ന സ്ഥാനത്ത് CD വന്നു, CD ഇരിക്കുന്ന സ്ഥാനത്ത് AB വന്നു. അതാണ് ഒരു ചെറുതായിട്ടൊന്ന് മറഞ്ഞു ആള്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ ബ്രഷസും റിങ്സും തമ്മിലുള്ള കോണ്ടാക്ട് എങ്ങനെയാണ്? B1 R2 ഇവിടെ ഓൾറെഡി ഉണ്ട്. കണ്ട, B1ന്റെ സ്ഥാനത്തേക്ക് R2 വന്നു, B2ന്റെ സ്ഥാനത്തേക്ക് R1 വന്നു. അതിവിടെ പൂരിപ്പിക്കേണ്ടതായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. B1 R2ന്റെ ഭാഗത്തും B2 R1ന്റെ ഭാഗത്തും. നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? B1ഉം R1ഉം B2ഉം R2. പക്ഷെ ഇവിടെ ചേഞ്ച് ചെയ്തത് സ്പ്ലിറ്റ് റിങ്സ് എന്ന് പറഞ്ഞ സംഭവം മാത്രമാണ് അവിടെ ചേഞ്ച് ആയത് അല്ലെ. ബ്രഷസിന് ഒന്നും പറ്റിയിട്ടില്ല. B1ന്റെ സ്ഥാനത്ത് തന്നെ നിന്നു. ശരിക്ക് B2 R2 B1 R1 എന്നാണ് വരേണ്ടത് അല്ലെ. പക്ഷെ വന്നത് B1 R2 എന്ന്. അതായത് അവിടെ ബ്രഷസിന്, ഗ്രാഫൈറ്റ് ബ്രഷസിന് ഒരു മാറ്റവും ഇല്ല. അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? ഇവിടെ നോൺ റൊട്ടേറ്റിംഗ് പാർട്ട്, അതായത് കറങ്ങാത്ത പാർട്ട് എന്ന് പറഞ്ഞത് ഗ്രാഫൈറ്റ് ബ്രഷസ് ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. ദ നോൺ റൊട്ടേറ്റിംഗ് പാർട്ട് ഇൻ ആൻ ഇലക്ട്രിക്കൽ മോട്ടോർ. അതായത് ഇലക്ട്രിക്കൽ മോട്ടോറിൽ കറങ്ങാത്ത ഒരു പാർട്ട് ഏതാണ്? B1 B2 എന്നറിയപ്പെടുന്ന ഗ്രാഫൈറ്റ് ബ്രഷസിന് ഒരു മാറ്റവും ഇല്ല, അതിനൊരു കറക്കം ഉണ്ടാവില്ല, അത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്.
നമ്മൾ ഹാഫ് റൊട്ടേഷന്റെ കാര്യം വരെ നമ്മൾ പറഞ്ഞത്. ഇനി വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറക്റ്റ് നമുക്ക് ഈ ഫിഗർ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ കിട്ടി. അതിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് AB കണ്ട ഈ നോർത്ത് പോളിന്റെ സൈഡിൽ തന്നെ വന്നു. ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞ് കിട്ടുന്ന ഫിഗർ. അങ്ങനെയെങ്കിൽ ആർമേച്ചർ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ ഇപ്പോൾ പ്രഷസും ആ സ്പ്ലിറ്റ് റിങ്സും തമ്മിലുള്ള കോണ്ടാക്ട് എങ്ങനെയാണ്? കോണ്ടാക്ട് എന്ന് പറഞ്ഞത് B1R1 B2R2. കണ്ട കറക്റ്റ് B1R1ന്റെ അടുത്തേക്ക് B2 R2ന്റെ അടുത്തേക്ക് അങ്ങനെയാണ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അറ്റ് ദ ബിഗിനിങ് ഓഫ് റൊട്ടേഷന്റെ ബിഗിനിങ്ങില് അല്ലെങ്കിൽ ആദ്യം വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ സൈഡ് AB നിയർ ദ നോർത്ത് പോൾ? ഈ നോർത്ത് പോളിന്റെ സൈഡ് ആണല്ലോ AB എന്ന് പറയുന്നത്. അതിലത്തെ കറണ്ട് എന്ന് പറഞ്ഞത് Aന്ന് Bയിലോട്ടാണോ Bന്ന് Aയിലോട്ടാണോ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ കേട്ടാ. ഈ ഒരു പോസിറ്റീവ് ടേമിനോട് തുടങ്ങിയത് കൊണ്ട് കറണ്ട് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവിലോട്ടാ പോവുക. അപ്പൊ ഈ സംഭവം പോകുന്നത് കണ്ട ഈ ആരോ മാർക്ക് കണ്ട Aന്ന് Bയിലോട്ടാണ് പോകുന്നത്. പിന്നെ C പിന്നെ D പിന്നെ നെഗറ്റീവ് എന്ന് വന്നിട്ട് ഈ ഒരു ബാറ്ററിയിലേക്ക് കയറുമ്പോഴാണ് ആ സർക്യൂട്ട് പൂർത്തിയാവുന്നത്. അപ്പൊ കറണ്ട് പോകുന്നത് എപ്പോഴും എവിടെ നിന്നാണ്? Aന്ന് Bയിലോട്ടാണ് കറണ്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ CD സൗത്ത് പോളുള്ള CD എങ്ങനെയായിരിക്കും? Dന്ന് Cയിലേക്കാണോ Cന്ന് Dയിലേക്കാണോ? കണ്ട ഇങ്ങനെ വന്ന് Cന്ന് Dയിലോട്ടാണ് കേട്ടോ ആ ഒരു സംഭവം പോകുന്നത്. Cന്ന് Dയിലോട്ട്. ഈ ഒരു സംഭവം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നമുക്ക് അറിയാം. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റൂട്ടാ. എന്ന് വെച്ചാൽ ഈ കറണ്ടിന്റെ ഡയറക്ഷനാണ് പറയുന്നത്. പോസിറ്റീവ് എന്നാണ് കറണ്ട് തുടങ്ങണമെങ്കിൽ Aന്ന് Bയിലോട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ വരുന്നത് Bന്ന് Cയിലോട്ട് Cന്ന് Dയിലോട്ട്. അപ്പൊ ഇവിടെ സൗത്ത് പോളിന്റെ അടുത്തുള്ള CD എങ്ങനെയാണ് വരുന്നത്? Cന്ന് Dയിലോട്ടാണ് കറണ്ട് ഒഴുകുന്നത്. ഇനി when half rotation is completed is in the CD that comes in front of the north pole. നോക്കിയേ, ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം AB ഭാഗത്തേക്ക് ആര് വന്നു? CD വന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവിടുത്തെ കറണ്ടിന്റെ ഡയറക്ഷനാ ചോദിച്ചേക്കുന്നത്. കണ്ട ഇവിടെ നോക്കിയേ, കണ്ട ഇതാണ് ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. കണ്ട ഹാഫ് റൊട്ടേഷനിൽ വരുമ്പോൾ കണ്ട ഈ നോർത്ത് പോളിന്റെ സൈഡിൽ CD വരും. അപ്പോ അവിടുത്തെ കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? ബാറ്ററിയുടെ ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും മാറിയിട്ടില്ല. അപ്പോഴും കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. Dന്ന് Cയിലോട്ടാണ് കേട്ടോ പോവാ, മുകളിലോട്ട്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ത്രൂ ദ സൈഡ് AB ദാറ്റ് കംസ് ഇൻ ഫ്രണ്ട് ഓഫ് എ സൗത്ത് പോൾ? സൗത്ത് പോളിന്റെ അവിടെ AB എന്ന് പറഞ്ഞ സൈഡ് വരുമ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടാണ്? Aന്ന് Bയിലോട്ടാണോ Bന്ന് Aയിലോട്ടാണോ? അതാണ് അവിടെ ചോദിക്കുന്നത്. അല്ല ഇതാണ് സൗത്ത് പോൾ. കണ്ട ഈ ഒരു സൗത്ത് പോളിന്റെ അവിടെ BA അല്ലെങ്കിൽ AB എന്ന് പറഞ്ഞ സൈഡ് വരുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? Aന്ന് Bയിലോട്ടാണോ Bന്ന് Aയിലോട്ടാണോ? ഞാൻ ആദ്യമേ പറഞ്ഞു പോസിറ്റീവ് ടേമിനിൽ നിന്ന് നെഗറ്റീവ് ടേമിലോട്ട്. അപ്പൊ Bന്ന് Aയിലോട്ടായിരിക്കും അതിന്റെ ആ ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. പോസിറ്റീവ് എന്ന് വരുമ്പോൾ കണ്ട ഇതാണ് പോസിറ്റീവ് ഇങ്ങോട്ട് തുടങ്ങി ഇതേ Bന്ന് Aയിലേക്ക് പിന്നെ സ്പ്ലിറ്റ് റിങ്ങിൽ നിന്ന് ബ്രഷിലേക്ക് ഇതേ നെഗറ്റീവ് ടേമിൽ വരുമ്പോൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇവിടുത്തെ ഡയറക്ഷൻ ഏതാണ്? Bന്ന് Aയിലോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ സൈഡ് AB ആൻഡ് CD റീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് എ നോർത്ത് പോൾ? നോർത്ത് പോളിന്റെ അവിടെ AB എന്ന് പറഞ്ഞ സൈഡ് വന്നാലും CD എന്ന് പറഞ്ഞ സൈഡ് വന്നാലും ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞത് ഉള്ളിലോട്ടാണോ പുറത്തോട്ടാണോ? ഒന്ന് നോക്കാം നമുക്ക്. കണ്ട നോർത്ത് പോളിന്റെ അവിടെ AB എന്ന് പറഞ്ഞ സൈഡും വന്നു CD എന്ന് പറഞ്ഞ സൈഡും വന്നു. അപ്പൊ ഈ കറണ്ട് എപ്പോഴും പോകുന്നത് ഉള്ളിലോട്ടാണ് അല്ലെ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ Aന്ന് Bയിലോട്ട് അല്ലെങ്കിൽ Dന്ന് Cയിലോട്ട്. അപ്പൊ ഉള്ളിലോട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇൻവേർഡ് എന്നാണ് അതിന്റെ ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻഡ് വൺ സൈഡ്സ് AB ആൻഡ് CD റീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് എ സൗത്ത് പോൾ? സൗത്ത് പോളിന്റെ അവിടെ ABയും CDയും വരുമ്പോൾ ഇതേപോലെ തന്നെ നോർത്ത് പോളിന്റെ അവിടെ ABയും CD വന്നപ്പോൾ അത് ഉള്ളിലോട്ടാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഇൻവേർഡ് എന്ന് എഴുതിയത്. ഇവിടെ ABയും CDയും സൗത്ത് പോളിൽ വരുമ്പോൾ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സൗത്ത് പോളിന്റെ അവിടെ ABയും CDയും എന്ന് പറഞ്ഞ ആ ഒരു സൈഡ് വരുമ്പോൾ ആ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് പുറത്തേക്കായിരിക്കും, ഔട്ട്വേർഡ് ആയിരിക്കും. എന്നാലല്ലേ അത് നെഗറ്റീവ് ടേമിൽ വന്ന് ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ സൗത്ത് പോളിൽ വരുമ്പോൾ അത് പുറത്തേക്കും, നോർത്ത് പോളിൽ നിന്ന് വരുമ്പോൾ അത് ഉള്ളിലോട്ടായിരിക്കും. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നോർത്ത് പോളിന്റെ വരുന്ന സൈഡിലേക്ക് എപ്പോഴും ഇൻവേർഡ് ഉള്ളിലോട്ടായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. സൗത്ത് പോളിൽ വരാണെങ്കിൽ അത് പുറത്തോട്ടായിരിക്കും.
Thus, the direction of current is same in the part of the armature that reach in front of the magnetic pole. ഇവിടെ നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. നമ്മൾ പഠിച്ചല്ലോ. ഈ നോർത്ത് പോളിന്റെ അവിടെ വരുന്ന സൈഡ് ഉണ്ടല്ലോ, അതിൽ കറണ്ട് എപ്പോഴും ഉള്ളിലോട്ടാണ് ഒഴുകുന്നത്. അതൊന്ന് ആലോചിക്കുക, ഇൻവേർഡ് ആയിരിക്കും. ഇനി സൗത്ത് പോളിന്റെ അവിടെ വരാൻ സൈഡ് ആണെങ്കിൽ അത് പുറത്തേക്കാണ്, ഔട്ട്വേർഡ്, കറണ്ട് ഒഴുകുന്നത് പുറത്തേക്കായിരിക്കും. ഇനി നോർത്ത് പോളിന്റെ അവിടെ വരുന്ന സൈഡിലുള്ള ആ ഫോഴ്സ് എന്ന് പറയുന്നത് അടിയിലേക്കായിരിക്കും, ഡൗൺവേർഡിലായിരിക്കും. സൗത്ത് പോൾ ആണെങ്കിൽ അപ്വേർഡ്, മുകളിലോട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ആർമേച്ചർ കറങ്ങുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ദ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഈസ് ദ മെക്കാനിസം യൂസ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ എ ബി ആൻഡ് സി ഡി ആഫ്റ്റർ ഈച്ച് ഹാഫ് റൊട്ടേഷൻ. ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും എ ബി കൂടിയും സി ഡി കൂടിയും ഉള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണ പണി ആരുടെയാണ്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി പഠിച്ചിരിക്കുക. ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കുക. ഓരോ പോയിന്റും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ചു വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ.